പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് പട്ടയും ഗ്രാമ്പും ഏലയ്ക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ 1 ഗ്ലാസ് കൈമേൻ്റെ അരിയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരി കഴുകിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അരി വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് റൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക, അതും നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഉപ്പും കുറച്ച് പൊടികളും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഗരം മസാല ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി വന്ന ബീഫ് കറിയും കൂടെ ആഡ് ചെയ്യാം. ബീഫ് കറി നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യണം. ആകെ കുറച്ച് പീസേ ഉള്ളൂ. ഇനി മല്ലിയില, പുതിന, വേപ്പില അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ദമ്മിട്ട് നമ്മൾ എടുക്കുക.